തിരുവചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ ക്രിസ്തുവിനെ തങ്ങളുടെ കൂടെ നടന്നു വരുന്നതായി കണ്ടവരാണ് എമ്മാവൂസിലെ ശിഷ്യന്മാർ. അവർ ഈ യേശു ക്രിസ്തുവിനോടൊപ്പം നടന്നു പോകുമ്പോഴും ഒരുപക്ഷെ കർത്താവ് അവരിൽ നിന്ന് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് മറച്ചു വെച്ചതാകാം. എന്തായാലും അവർ ഇത് യേശുവാണ് എന്ന് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം അവർ പൂർണ്ണമായും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരാളാണ് എന്ന് ചിന്തിക്കുവാൻ അവർ ഏറെ ഉത്സാഹം കാണിച്ചു. ഇങ്ങനെ കൂടെ നടക്കുന്ന യേശുവിനെ ഒരു സാധാരണക്കാരനെന്ന് വിശ്വസിക്കുവാൻ ജനം വെമ്പൽ കൊള്ളുന്നൊരു കാഴ്ച നമുക്ക് പലപ്പോഴും യേശുവിൻ്റെ ജീവിത സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ജനത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി കണ്ടിട്ട് പോലും അവനൊരു സാധാരണക്കാരനായി കാണണമെന്ന് ജനം വിചാരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ അവരെത്രമാത്രം സംശയിച്ചിരുന്നിരിക്കണം. നമുക്കറിയാം, കുരിശിൽ കർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വം പൂർണ്ണമായും മറയ്ക്കപ്പെട്ട, ഒട്ടും തന്നെ വെളിപ്പെടാത്തൊരു സാഹചര്യമാണ് യേശുവിൻ്റെ കുരിശ് മരണം. ആ സമയത്ത് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി ആളുകൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് താൻ ദൈവമാണെന്നിങ്ങനെ മുഴുവൻ സമയവും കാണിച്ചു കൊണ്ടിരുന്നാലേ നമ്മൾ അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളൂ. കർത്താവ് നൽകിയിട്ടുള്ള അനേകം തെളിവുകൾ ഈ ലോകത്തിൽ അവശേഷിച്ചിരിക്കവേ, നമ്മുടെ കൺമുൻപിൽ ഉണ്ടായിരിക്കവേ, യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുവാൻ ഏറെ വിഷമിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം യേശു ദൈവത്വം പ്രകടിപ്പിക്കാത്ത, തൻ്റെ ശക്തി വെളിപ്പെടുത്താത്ത ചില സന്ദർഭങ്ങളാണ്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ കുരിശ് മരണം. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ദൈവത്വമില്ലാത്ത യേശു, ദൈവത്വം പ്രകടിപ്പിക്കാത്ത യേശു, ആ യേശുവിൻ്റെ ദൈവികതയിലും യേശുവിൻ്റെ പ്രത്യേകതയിലും വിശ്വസിക്കുന്ന ഒരുപാട് പേരെയും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവ് സ്വപ്നത്തിലൂടെ മാത്രമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തനിക്ക് തൻ്റെ ഭാര്യയിൽ ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വപ്നത്തിൽ അറിഞ്ഞ യേശുവിനെ യോസേപ്പിതാവ് താൻ ആദ്യമായി കാണുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടാവുകയാണ്. അതായത് ദൈവമായിരിക്കവേ മനുഷ്യനെ ഭയന്ന് ഓടുന്ന യേശുവിനെയാണ് യോസേപ്പിതാവ് ആദ്യമായി എൻകൗണ്ടർ ചെയ്യുന്നത്. അതിനുശേഷം ദൈവത്തിൻ്റെ യാതൊരു ശക്തിയും പ്രകടിപ്പിക്കാതെ, മഹത്വവും പ്രകടിപ്പിക്കാതെ മനുഷ്യനായ തന്നെ പൂർണ്ണമായി അനുസരിച്ച് കൂടെ ജീവിക്കുന്ന യേശുവിനെ ഔസേപ്പിതാവ് കാണുകയാണ്. മാതാപിതാക്കളുടെ, മനുഷ്യരുടെ പ്രീതിയിൽ വളരുന്ന യേശു, അവരെ അനുസരിച്ച് ജീവിക്കുന്ന, അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന യേശു, ദൈവത്വത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാത്ത യേശു. ഒരുപക്ഷെ
ദൈവം സൗഖ്യമാക്കുന്നവനാണ്, ജീവൻ പകരുന്നവനാണ്. എന്നാൽ ഔസേപ്പിതാവ് മരിക്കുന്ന സമയത്ത് യേശു ഔസേപ്പിതാവിനെ ഉയർപ്പിക്കുന്നില്ല, ഔസേപ്പിതാവിനെ സുഖപ്പെടുത്തുന്നില്ല. യേശുവിൻ്റെ കരങ്ങളിൽ കിടന്ന് മരിക്കുകയാണ്. ദൈവത്വം ഒട്ടും പ്രകടിപ്പിക്കാത്ത വേളയിൽ പോലും യേശുവിനെ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിച്ച് അവൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് അവന് വേണ്ടി തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചൊരു വ്യക്തിത്വമാണ് ഔസേപ്പിതാവ്. അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് കുറച്ചുകൂടെ വെളിപ്പെടുത്തലുകൾ നേരിട്ട് സ്വർഗം നൽകിയിട്ടുണ്ട്. സ്വപ്നത്തിലൂടെ അല്ലാതെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയും തന്നെ അനുസരിച്ച് കഴിയുന്ന ദൈവത്തെ കാണുമ്പോൾ അതിശയിച്ചിരുന്നിരിക്കണം. ഇവരെക്കാളൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തതയോടുകൂടി നമ്മൾ കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അതാണ് യേശുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കേൾക്കണം, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഈ കാനായിലെ കല്യാണത്തിൽ വെച്ചാണ് യേശു വെള്ളം വീഞ്ഞാക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിലെ ഈ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സമയം. പക്ഷേ ആ സമയത്ത് മഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് മുൻപ് യേശുവിൻ്റെ ശിഷ്യന്മാരായവരാണ്. ആ ശിഷ്യന്മാരാ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായി. അതാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് വചനം പറയുന്നതിന് ശേഷം. പക്ഷേ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ സമ്മതിച്ച സമയത്ത് യേശു മഹത്വം വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ശിഷ്യന്മാരായി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഗുരുവായ സ്നാപക യോഹന്നാൻ, അദ്ദേഹം ഒരു മഹത്വവും വെളിപ്പെടുത്താത്ത ആളാണ്. സ്നാപക യോഹന്നാൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ബൈബിളിലില്ല. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനിൽ ഇവർ വിശ്വസിച്ചത്? കാരണം സ്നാപക യോഹന്നാൻ ദൈവവചനത്തെ ആധാരമാക്കി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനാണ്. വെള്ളം ചേർക്കാതെ ദൈവവചനം പ്രസംഗിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രവാചകനായെന്ന് ഗണിക്കപ്പെട്ടിരുന്നത്. മനുഷ്യരുടെ പ്രീതിയെ നോക്കാതെ ദൈവത്തിൻ്റെ പ്രീതിയെ മാത്രം നോക്കി സമൂഹത്തിൽ നിലകൊള്ളുന്ന, അന്നും 2 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്. അന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഭക്തന്മാരും മത നേതാക്കന്മാരും ഉണ്ട്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യരെ ഭയന്ന് ദൈവവചനത്തിൽ വെള്ളം ചേർക്കുന്ന ദൈവഭക്തരും നേതാക്കന്മാരും ഉള്ള സമയത്ത് ഇസ്രായേലിൽ ഉടനീളം നമ്മൾ കാണുന്നത് ദൈവവചനത്തിൽ വെള്ളം ചേർക്കാത്ത ചിലർ വരും. അവർ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കും, മാനസാന്തരപ്പെടാൻ കൽപ്പിക്കും, ദൈവത്തിലേക്ക് തിരിയുവാൻ പഠിപ്പിക്കും. അവരാണ് ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. അതിലൊരാളാണ് സ്നാപക യോഹന്നാൻ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആളാണ്. ദൈവവചനത്തെ ആധാരമാക്കി സംസാരിക്കുന്ന ശക്തമായ ദൈവത്തിൻ്റെ സ്വരം മരുഭൂമിയിൽ മുഴങ്ങിയ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലായി തീർന്ന സ്നാപക യോഹന്നാൻ. അദ്ദേഹവും എന്തെങ്കിലും ഒരു അടയാളം പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹമാണ് യേശുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞത്. അദ്ദേഹമാണ് സാക്ഷ്യം പറഞ്ഞത്, ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ഞാൻ കണ്ടു, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവെന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത്
എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ഈ യോഹന്നാൻ്റെ സാക്ഷ്യം ഈ ശിഷ്യന്മാർ വിശ്വസിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ വിശ്വാസം പലപ്പോഴും ദൈവത്തെ അനുഭവിച്ച നമ്മുടെ പൂർവികരിൽ നിന്ന്, മതാധ്യാപകരിൽ നിന്ന്, വൈദികരിൽ നിന്ന്, നമ്മളെ നയിച്ച സമർപ്പിതരിൽ നിന്നൊക്കെ കൈവന്ന് കിട്ടിയ വിശ്വാസമാണ്. അവർ ചൂണ്ടിക്കാണിച്ചു തന്ന, പറഞ്ഞ് മനസ്സിലാക്കി തന്ന യേശുവിനെയാണ് നമുക്കറിയാവുന്നത്. ആ യേശുവിൻ്റെ കൂടെ പിന്നെ നമ്മൾ നടക്കുകയാണ്. ആ യേശു പോകുന്നിടത്തെല്ലാം നമ്മൾ പോവുകയാണ്. ഈ ശിഷ്യന്മാരുടെ അതേ അവസ്ഥയിലാണ് നമ്മൾ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തവനായി കാണുന്ന, മഹത്വം വെളിപ്പെടുത്താത്തവനായി കാണുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 30 വർഷക്കാലം ഈ ഭൂമിയിൽ യേശു ജീവിച്ചിട്ട് ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല. അതിനുശേഷമാണ് അവിടുന്ന് ആദ്യമായി കാനായിൽ വെച്ച് മഹത്വം പ്രകടമാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, നമ്മൾ ആരാധിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാണ്. ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കാത്തവനായി കാണപ്പെടുമ്പോൾ എവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമെന്ന് നമ്മൾ ചോദിച്ചു പോകാറുണ്ട്. പക്ഷെ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, കത്തോലിക്ക സഭ യേശു ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ നിലകൊള്ളുന്ന, ഈ ലോകത്തിൽ നിലകൊള്ളുന്ന സഭയാണ്. ദൈവകൃപയാൽ നമ്മൾ ആ സഭയിൽ അംഗങ്ങളായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സഭ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സഭയാണ്. 2000 വർഷങ്ങളായി പത്രോസ്, പൗലോസ്, മറ്റ് അപ്പസ്തലന്മാർ ഇവരിലൂടെയൊക്കെ അടിത്തറയിടപ്പെട്ട അത്ഭുതകരമായ വിശ്വാസം പേറുന്ന സഭയാണ്. ഹല്ലേലൂയ. യേശു പത്രോസിൻ്റെ അടുക്കൽ പോയി, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്ന് പറഞ്ഞ യേശു എൻ്റെ സഭ എന്ന് വിളിച്ച സഭയാണ്. എന്നാൽ ഈ കത്തോലിക്ക സഭയിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ വലിയ മഹത്വം പ്രകടിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ എപ്പോഴും കാണുന്നില്ലല്ലോ ഇവിടെ. എന്നാൽ ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന നിരവധി ജനവിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ നല്ലതാണ്, അതൊന്നും മോശമല്ല. കാരണം യേശു അവൻ്റെ കാലത്തും യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഭാഗങ്ങളിലല്ലാത്ത, അവരോടൊപ്പമല്ലാത്ത ഒരാൾ യേശു നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ പറയുന്നു. എന്നാൽ യേശു നാമത്തിൽ ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ടായി, നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ. എന്നിട്ട് അവർ യേശുവിനോട് പോയി പറഞ്ഞു, നിന്റെ നാമത്തിലല്ലേ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്, അപ്പം നീ തടഞ്ഞാൽ അവന്, അല്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ വരണം. അപ്പം യേശു പറഞ്ഞു, അത് അവൻ്റെ ഡിസിഷനല്ലേ, ഞാനത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട, അവൻ അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിടുകയാണ് യേശു. നിർബന്ധിക്കുന്നില്ല കർത്താവ്. പക്ഷെ നമ്മൾ യേശു എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അതിനുശേഷം ആരാണ് അപ്പോസ്തലന്മാർ, ആരാണ് ഇങ്ങനെ മഹത്വം, യേശുനാമത്തിൻ്റെ മഹത്വം വെളിവാക്കിയ അപ്പോസ്തലന്മാരുടെ കൂടെ അല്ലാതെ അപ്പുറത്ത് നടന്നത്? ഇവരുടെ പിന്നീടുള്ള അവസ്ഥ എന്താണ് എന്നൊക്കെ ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ആ മനുഷ്യൻ, അദ്ദേഹം ആരാണെന്നോ പിന്നീട് അദ്ദേഹം എന്തു ചെയ്തെന്നോ എത്ര പേരെ യേശുവിലേക്ക് കൊണ്ടുവന്നെന്നോ ഒരു തെളിവില്ല. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ നമുക്ക് ഒരു പിടിയില്ല. എന്നാൽ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ തുടങ്ങി വെച്ചത് പിന്നീട് ഇങ്ങറ്റം വരെ ഉണ്ട് താനും. ആ മനുഷ്യൻ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് യേശുവിൻ്റെ പീഡകളോട് ചേർന്ന് യേശുവിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നതായിട്ടോ, യേശുവിനെ വിട്ട് ഓടിക്കളഞ്ഞ ശിഷ്യന്മാരെന്ന അപമാനം പേറുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിലും അദ്ദേഹം ഇല്ല. കാരണം യേശു പിടിക്കപ്പെടുമ്പോൾ, യേശു ആക്രമിക്കപ്പെടുമ്പോൾ ഇയാൾ യേശുവിൻ്റെ ശിഷ്യരുടെ കൂട്ടത്തിലില്ല. യേശുവിൻ്റെ ശിഷ്യരെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ അവരുടെ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം ആ കൂട്ടത്തിൽ വരുന്നില്ല. സഹനങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം ഇല്ല, പീഡകളുണ്ടായപ്പോൾ അദ്ദേഹം ഇല്ല. പിന്നീട് കാലാകാലങ്ങളായി
വിശ്വാസത്തെ കൈമുതൽ ആക്കിയിട്ട് വിശ്വാസം നശിച്ചു പോകാതെ ഈ 2000 വർഷത്തോളം കാത്തു സൂക്ഷിക്കേണ്ട കഠിന പ്രയത്നങ്ങളിൽ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ തലമുറയില്ല. അതെല്ലാം ചെയ്തത് യേശുവിനെ അവൻ്റെ മഹത്വമില്ലാത്ത സമയത്തും പിന്തുടർന്ന അവൻ്റെ ശിഷ്യന്മാരാണ്. ആ സമയത്തുണ്ടായിരുന്ന പീഡകൾ ഏറ്റുവാങ്ങിയ, പരാജയപ്പെട്ട് ഓടിക്കളഞ്ഞവരെന്ന അപമാനം ഏറ്റുവാങ്ങിയ, പിടിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കൂട്ടാളികൾ ഓടിക്കളഞ്ഞവരെന്ന പരിഹാസം ഏറ്റുവാങ്ങിയ, സഹനത്തിൽ പങ്കെടുത്ത ശിഷ്യന്മാരാണ് യേശുവിൻ്റെ വിശ്വാസം വർഷങ്ങൾ പിന്തുടർന്ന് കൊണ്ടു നടക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ മഹത്വം പ്രകടിപ്പിക്കാൻ യേശുനാമമൊക്കെ ഉപയോഗിക്കാം. പക്ഷേ യേശുവിൻ്റെ പീഡകളുടെയും സഹനങ്ങളുടെയും യേശു ചില സന്ദർഭങ്ങളിൽ മഹത്വം പ്രകടിപ്പിക്കാതെ മനുഷ്യ മധ്യത്തിൽ കാണപ്പെടുന്ന സമയത്തും അവനോടൊപ്പം നിൽക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. പ്രിയമുള്ളവരെ, സഭയിൽ എന്നും സഭ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ, ആക്രമിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം 2 തരത്തിലുള്ള വിശ്വാസികൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, സഭയുടെ രക്ഷകന്മാരെന്ന വ്യാജേന സഭയെ പീഡിപ്പിക്കുന്നവരുടെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന ക്രിസ്ത്യാനികൾ. അവരുടെ ഭാഗം സുരക്ഷിതമാണ്. കാരണം സഭയ്ക്കേക്കുന്ന ആക്രമണങ്ങളിലൊന്നും അവർക്ക് പരിക്ക് പറ്റില്ല. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, ഈ സമയത്ത് നമ്മുടെ യേശു എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ സഭ കർത്താവിൻ്റെ മുൻപിൽ വലിച്ചു കീറപ്പെടുമ്പോൾ, സഭയിലെ സുവിശേഷകർ ആക്രമിക്കപ്പെടുമ്പോൾ, അവർക്ക് വേദനയുണ്ടാകുമ്പോൾ എവിടെ ക്രിസ്തു എന്ന് ചോദിക്കുന്നവരുണ്ട്. ലോകചരിത്രത്തിൽ എല്ലായിടത്തും ഇതുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈശോ നമ്മളുടെ വിശ്വാസ സാക്ഷ്യത്തിനായി കാത്തിരിക്കുകയാണ്. കർത്താവ് എപ്പോഴും കയറി മുമ്പിൽ നിന്ന് വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി മഹത്വം പ്രകടിപ്പിച്ചിങ്ങനെ നടക്കുമ്പോൾ പിന്നെ നമ്മളെ എതിർക്കാൻ ആളുകൾക്ക് അങ്ങോട്ട് പേടിയായിരിക്കില്ലേ? അപ്പോൾ പിന്നെ നമ്മളുടെ കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയം എവിടാ? നമ്മൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ഈശോ അനങ്ങാതെ നിൽക്കുമ്പോഴാണ്, നമ്മളുടെ പ്രതിസന്ധികളിലാണ് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനുള്ള സമയം. ഔസേപ്പ് പിതാവ് ഏറ്റവും ശ്രേഷ്ഠനായി കാണപ്പെട്ടത് മഹത്വം പ്രകടിപ്പിക്കാത്ത യേശുവിനെ വിശ്വസിച്ച് പരിപാലിച്ചെടുത്താണ്. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ മഹത്വം വെളിപ്പെടുന്നത് മഹത്വം വെളിപ്പെടുത്താത്ത യേശുവിനെ സ്നേഹിച്ച് അവനോടൊപ്പം നിന്ന് ത്യാഗങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ വാള് താഴ്ന്നിറങ്ങുവാനായി അനുവദിച്ചപ്പോഴാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മഹത്വം നമ്മൾ വെളിപ്പെടുന്നത് യേശുനാമത്തിൽ അവർ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോഴല്ല, യേശുവിന് വേണ്ടി സഹിക്കുവാൻ അവർ ഒറ്റക്കെട്ടായി നിന്നപ്പോഴാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചവർ വേറെയുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മഹത്വം വെളിപ്പെട്ടത് വിശ്വാസം ക്ഷയിക്കാനിടയുണ്ടായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തെ കൊണ്ടുവരുവാൻ, നിലനിർത്തുവാൻ അവർ കൂടെ നിന്നപ്പോഴാണ്. ഇവിടെ വിശ്വാസം ക്ഷയിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് കണ്ടാൽ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാനുള്ള നിലപാടെടുത്തവരാണ് യേശുവിൻ്റെ മഹത്വം കാണാത്ത സമയത്ത് യേശുവിനോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാർ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. വിശ്വാസ ജീവിതത്തിലുമുണ്ട്, സഭയുടെ ജീവിതത്തിലുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ യേശു തൻ്റെ ശക്തിയോടും മഹത്വത്തോടും കൂടെ നമുക്ക് വെളിപ്പെടുകയും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യും. കുറച്ചു കാലം അവൻ്റെ മഹത്വം കൊണ്ട് അങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അടുത്ത അവൻ്റെ മഹത്വം തന്നെയായ നമ്മളെ അവൻ സഹനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് സഹനങ്ങളിലൂടെ യേശുവിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുത്തും. നമ്മുടെ വിശ്വാസം കണ്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ യേശു വള്ളത്തിൽ ഉറങ്ങിയതുപോലെ ഉറങ്ങുകയാണെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഞാൻ യേശുവിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു സമയമാണത്. ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കുകയും വിശ്വാസം തള്ളിപ്പറയാതിരിക്കുകയും, പ്രത്യേകിച്ച് സഭയിലൊക്കെ വിശ്വാസ പ്രതിസന്ധി വരുന്ന സമയത്ത് സഭയോടുള്ള സ്നേഹം കാണിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി നിന്ന് ത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്ത് യേശു
പത്രോസിൻ്റെ മേൽ പണിതുയർത്തിയ സഭയാണ് യേശു എൻ്റെ സഭയെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ് സഭയെ ആശ്ലേഷിക്കുകയും ചെയ്ത് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇനിയും വരുമെന്ന് വിശ്വസിച്ച് വീണ്ടും ഇപ്പോഴുമുണ്ട് വെളിപ്പെടുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ കുർബാന, ഓരോ വിശുദ്ധ കുർബാനയും ഒരു അത്ഭുതമാണ്. നമ്മളറിയാത്ത എത്രയോ ദൈവിക പ്രവൃത്തികൾ ഓരോ ഭവനങ്ങളിലും രഹസ്യമായി നടക്കുന്നു, ആരും പരസ്യമായി കാണുന്നില്ല. എപ്പോഴും സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം ആക്റ്റീവാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക മേഖലയിൽ നമുക്ക് അങ്ങനെ അല്ല എന്ന് തോന്നുന്നൊരു സമയമുണ്ട്. ഒരു പീഡനങ്ങളുടെ, ഒരു വേദനയുടെ കാലഘട്ടം. ഈ കാലഘട്ടമാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയേണ്ട കാലഘട്ടം. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ മഹത്വം, അല്ലാതെ അത്ഭുതങ്ങളല്ല, ഇടപെടലുമല്ല. ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ, ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസമാണ്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോഴാണോ പിതാവ് മഹത്വപ്പെട്ടത്? അപ്പോൾ യേശുവിൻ്റെ അനുസരണമായിരുന്നില്ലേ പിതാവിൻ്റെ മഹത്വം? അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാം, യേശു നാമത്തിൽ ചെയ്യാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താതെ ദൈവം ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നത് പോലെ ലോകം വിചാരിക്കുന്നൊരു സമയത്ത് നമ്മളുടെ അനുസരണത്തിലൂടെ, സ്നേഹത്തിലൂടെ, വിധേയത്വത്തിലൂടെ, പ്രഖ്യാപനത്തിലൂടെ അപ്പോഴും എൻ്റെ യേശു വലിയവനാണെന്നും ഇന്നും ജീവിക്കുന്നവനാണെന്നും കർത്താവ് ഉചിതമായ സമയത്ത് പ്രവർത്തിക്കുമെന്നും അവൻ വരുമെന്നും എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണെന്നും ഏറ്റുപറയുന്ന നമ്മളുടെ പൂർണ്ണമായ വിശ്വാസം. യേശു താൻ സർവ്വാധിപത്യങ്ങളുള്ള പിതാവിൻ്റെ പുത്രനായി ഭൂമിയിൽ കടന്നു വരവേ സർവ്വ മാലാഖമാരും സർവ്വവ്യൂഹങ്ങളും ആ പിതാവിൻ്റെ അധീനതയിലായിരിക്കവേ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പറഞ്ഞതുപോലെ, എൻ്റെ ദൂതന്മാർ യുദ്ധം ചെയ്തേനെ എന്ന് പറഞ്ഞില്ലേ, എന്നാൽ എൻ്റെ പിതാവ് ഇപ്പോൾ അനങ്ങാത്തത് കൊണ്ട് ഞാനും അനങ്ങുന്നില്ല. ഇപ്പോഴെൻ്റെ കർത്തവ്യം മിണ്ടാതിരിക്കുക, പിതാവിനെ എൻ്റെ അനുസരണത്തിലൂടെ മഹത്വപ്പെടുത്തുക. അതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ യേശു മഹത്വപ്പെടുന്നു. ഒന്ന്, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ. രണ്ട്, യേശു മിണ്ടാതിരിക്കുന്ന, മഹത്വം അത്ഭുതങ്ങളിലൂടെ പ്രകടിപ്പിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനുസരണത്തിലൂടെ യേശു മഹത്വപ്പെടുന്നു. രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ രീതി നമ്മുടെ തിരുസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തിരുസഭയ്ക്ക് ലോകമാസകലം എല്ലാ രാജ്യങ്ങളിലും യേശു നാമത്തിന് വേണ്ടി, അവൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ച് മരിച്ച അനേകം രക്തസാക്ഷികളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും, ലോകം മുഴുവനുമുണ്ട്, ഇപ്പോഴുമുണ്ട്. യേശു നാമത്തെ ഉദ്ഘോഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കർത്താവിൻ്റെ രക്തസാക്ഷികളായി തീർന്നവർ, ഈ ലോകത്തിൽ എല്ലാ നൂറ്റാണ്ടിലും രക്തസാക്ഷികളായി തീർന്ന വിശ്വാസികൾ ഉള്ള ഒരു സഭയിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഭയുടെ മഹത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച അനേകം വിശുദ്ധരുടെ സാന്നിധ്യത്തോടൊപ്പം കർത്താവ് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാതെ നമ്മളുടെ വിശ്വാസ തീഷ്ണത അവിടുത്തെ മഹത്വത്തിന് കാരണമാകുവാൻ വേണ്ടി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് പൂർണ്ണമായ അനുസരണത്തിലൂടെ നമ്മുടെ വിശ്വാസം കാണിച്ചു കൊടുത്ത അനേകം രക്തസാക്ഷികളുടെ രക്തവും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തെളിവാണ്. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് സാഹചര്യങ്ങളും വരും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അതേസമയം നമ്മൾ അനുസരണത്തിലൂടെയും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും മൗനത്തിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു സമയം. ഇത് രണ്ടും മാറി മാറി വരുമ്പോൾ രണ്ടിലും കൂടെ നിൽക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അവൻ ക്രിസ്തുവിനെ സ്വർഗത്തിൽ സകല മഹിമയോടും കൂടെ കാണും വരെ കർത്താവിൻ്റെ ആത്മാവ് അവനോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കത്തോലിക്ക തിരുസഭയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന അങ്ങയുടെ രണ്ട് രീതിയിലുള്ള മഹത്വവും അങ്ങയുടെ അത്ഭുതങ്ങളുടെ മഹത്വവും മനുഷ്യർ അങ്ങയെ അനുസരിക്കുന്നത് മൂലം ലോകത്തിൽ വെളിപ്പെടുന്ന അങ്ങയുടെ അസാധാരണ മഹത്വവും ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ കർത്താവേ, ഈ കത്തോലിക്ക സഭയിലെ ഈ ലോകത്തിൽ അങ്ങയിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിൽ യഥാർത്ഥ വിശ്വാസ ചൈതന്യം കൊണ്ട് നിറച്ച് കർത്താവേ, ഈ മഹത്വം വെളിപ്പെടുന്ന വലിയ അത്ഭുതം ഞങ്ങളിലൂടെ എന്നും തുടരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.